ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നലെ രാത്രി ആ സിഐയും കുറച്ച് പോലീസുകാരും കൂടി സച്ചേട്ടനെ വല്ലാതെ ഉപദ്രവിച്ചു. സച്ചേട്ടൻ ഭയങ്കര നിലവിളിയും ബഹളമായിരുന്നു. അടിയും ചവിട്ടുവേറ്റു പാവം ആകെ തളർന്നു പോയിന്ന്. ആ പാവത്തിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള എല്ലാ വകുപ്പും പാവത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയില്ലെന്നാ ആ പോലീസുകാരൻ പറഞ്ഞത്. ജീവിതകാലം മുഴുവൻ എന്റെ സച്ചേട്ടൻ ജയിലിൽ കിടക്കാനോ? എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും എന്റെ സച്ചേട്ടനെ രക്ഷിക്കണം. അനൂപേട്ടനെയും സന്ദീപിനെയും വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നല്ല വക്കീലിനെ കണ്ടുപിടിക്കാന്നാ അവര് പറഞ്ഞത്. എന്തൊരു ദുർവിധിയത്! എത്ര നാളായി ഈ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് സന്തോഷിച്ചിട്ട്. ഓരോ ദിവസം ഓരോ സങ്കടങ്ങളാ. സേതുവേട്ടന്റെ കുടുംബത്തിന് ദൈവം എന്തിനാ ഇത്ര വലിയൊരു ശാപം കൊടുത്തത്? ഉണ്ടായിരുന്ന സമ്പത്ത് പോയി, ബിസിനസ് പോയി, വീട് പോയി, അവസാനം സേതുവേട്ടനും പോയി. കുടുംബം ചിന്ന ഭിന്നമായി പോയില്ലേ? എന്റെ അച്ഛമോളും കുഞ്ഞും പോയി അന്ന് തുടങ്ങിയതേ ദുരിതങ്ങൾ മുഴുവൻ. അവളായിരുന്നു നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യവും നട്ടലും എല്ലാം. കണ്ടില്ലേ, ഇത്രയായിട്ടും ഈ ദുരിതങ്ങളൊന്നും അവസാനിക്കാത്തത്. പിന്നെയും പിന്നെയും ഒരു പെരുമഴ പോലെ ഓരോന്ന് വന്ന് കേറല്ലേ. ആ പോലീസുകാരൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്താടാ? പോലീസ് സ്റ്റേഷനിൽ തല്ലുകൊള്ളുമ്പോഴെല്ലാം സച്ചേട്ടൻ നിലവിളിച്ച് കരഞ്ഞിരുന്നത് അർച്ചനയുടെ പേര് പറഞ്ഞിട്ടാണ്. അർച്ചനടുത്ത് എവിടെയോ വെച്ചു കണ്ടുവന്ന മട്ടില്ല സച്ചേട്ടൻ നിലവിളിച്ചതെന്ന് അയാൾ പറഞ്ഞത്. അച്ഛനെയോ? സച്ചിങ്ങളുടെ മനസ്സിലെപ്പോഴും അച്ഛനെ കുറിച്ചുള്ള വിചാരം മാത്രമല്ലേ ഉള്ളൂ. നിലവിളിച്ചപ്പോ അറിയാതെ ആന്റിയുടെ പേര് വിളിച്ചു പോയതായിരിക്കും. അടികൊണ്ട് നിലവിളിച്ചിട്ടും പോലീസുകാരെ പാവത്തിന് തുള്ളി വെള്ളം പോലും കൊടുത്തിട്ടില്ല. അയ്യോ, എന്നെ ദൈവമേ, ഇത്രയൊക്കെ അനുഭവിക്കാൻ ആ കുഞ്ഞ് എന്ത് പാപാ ചെയ്തത്? സച്ചിൻ കൂടി ജയിലിലായ അതോടെ എല്ലാം പൂർത്തിയായി. ഈശ്വര, എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണേ.